കേരളം ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനം കൊടും ചൂടിലേക്ക്. സംസ്ഥാനത്ത് കൂടിയ താപനില ശരാശരിയേക്കാൾ 3 ഡിഗ്രി കൂടി. മലബാറിൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യത. സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ വൻ വ്യതിയാനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവരങ്ങളുമായി ലെസ്ലി ചേർന്നു. ലെസ്ലി, സംസ്ഥാനം കൊടും ചൂടിലേക്ക് പോകുന്നു എന്ന വിവരമാണോ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുന്നത്? എത്ര ഡിഗ്രി വരെ ചൂട് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മനു, ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ പാർശ്വഫലങ്ങളായി കേരളത്തിലേക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചകങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നൽകുന്ന മുന്നറിയിപ്പുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ ശരാശരി 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുന്നറിയിപ്പിൽ പറയുന്നത് പ്രധാനമായും സൂര്യന്റെ നിൽപ്പ് ഉത്തരാർദ്ധ ഗോളത്തിൽ ആണ്. കേരളത്തിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന വെയിൽ ഉള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഉത്തരാർദ്ധ ഗോളത്തിൽ സൂര്യൻ നിൽക്കുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ മഴ മേഘങ്ങളാണ് ഇതിനെ തടുത്തുകൊണ്ട് ചൂടിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് മഴ മേഘങ്ങളുടെ അഭാവത്തിൽ കേരളം ചുട്ടുപൊള്ളുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പുകൾ കേരളത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ പരത്തുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബറിലുണ്ടായ പ്രളയവും അനന്തരമായി ഉണ്ടാകുന്ന കഠിനമായ ചൂടും ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തി. കാർഷിക മേഖല വരൾച്ച മൂലം സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടമാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും മലപ്പുറം ജില്ലയിൽ 5-ാം തീയതിക്ക് ശേഷം 8 ഡിഗ്രി വരെ ചൂട് ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും ഇത്തരത്തിൽ വടക്കൻ മേഖലയാണ് എന്നുള്ളത് ചൂടിന്റെ ആഘാതം ആ മേഖലയെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സംസ്ഥാന തൊഴിൽ വകുപ്പ് ഇതിനോടകം തന്നെ ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും തൊഴിലിടങ്ങളിൽ വെയിലേക്കുന്ന തൊഴിലിടങ്ങളുള്ള സ്ഥലങ്ങളിൽ ജോലിയുടെ പുനഃക്രമീകരണം നടത്തുക എന്നുള്ള നിർദ്ദേശമാണ് ദാതാക്കൾക്ക് നൽകിയിരിക്കുന്ന തൊഴിൽ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് തൊഴിൽ പുനഃക്രമീകരിക്കണം എന്നുള്ള കർശന നിർദ്ദേശമാണ് തൊഴിൽ വകുപ്പ് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ തന്നെ പൊതുജനങ്ങൾക്ക് സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള നിർദ്ദേശങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ സൂര്യനെ അല്ലെങ്കിൽ കൊടും ചൂടിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനം നടത്തുന്ന ഘട്ടത്തിലാണ് 3 മുതൽ 4 ഡിഗ്രി താപനില കൂടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ വളരെ ആശങ്ക പരത്തുന്ന വാർത്ത തന്നെയാണ്. കാരണം നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ രൂക്ഷഫലങ്ങൾ ഇപ്പോൾ തന്നെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. വരാനിരിക്കുന്ന വരൾച്ച അതിനെ അതിജീവിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്തിന് എടുക്കേണ്ടതുണ്ട്. കാർഷിക മേഖല ഒന്നടങ്കം തകർന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഭയാനകമാകുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് ഈ മേഖലയിൽ നിന്നും എന്തായാലും ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കും സജ്ജമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള നടപടികളിലേക്കുമാണ് ഇനി സർക്കാർ നീങ്ങുന്നത്. എന്തായാലും ആകെ പ്രതീക്ഷ തുലാവർഷത്തെ മഴയാണ്. തുലാവർഷം ലഭിക്കുന്ന മഴ സാധാരണ നിലയിൽ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ചൂടിന് ശമനമുണ്ടായി സാധാരണ നിലയിലേക്ക് കേരളത്തിന്റെ ഭൂപ്രകൃതി മാറുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മഴമേഘങ്ങൾ, ആ മഴമേഘങ്ങളുടെ അഭാവം സൂര്യൻ ചുട്ടുപൊള്ളുന്ന തരത്തിലേക്ക്, സൂര്യാഘാതം ഉണ്ടാകുന്ന തരത്തിലേക്ക് നേരിട്ട് സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ അടക്കമുള്ള സൂര്യകിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാനുള്ള സാഹചര്യം മഴമേഘങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കുന്നത്. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം
വ്യതിയാനം മലയോര മേഖലയെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിന്റെ സൂചകങ്ങളും നമുക്കറിയാം. മൂന്നാർ ഉൾപ്പെടെയുള്ള മലമ്പ്രദേശത്ത് പ്രത്യേകിച്ച് തണുപ്പ് കൂടുന്ന സാഹചര്യം നിലനിൽക്കുന്നു. പകൽ വലിയ തോതിൽ ചൂട് അനുഭവപ്പെടുന്ന ഇടുക്കി, വയനാട് തുടങ്ങിയ മേഖലകളിൽ രാത്രി കടുത്ത തണുപ്പ്, ശൈത്യമുണ്ടാകുന്ന തരത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 3 തവണയാണ് മൂന്നാറിൽ -ഡിഗ്രിയിലേക്ക് കാലാവസ്ഥ തണുപ്പ്, ശൈത്യം എത്തിയത് എന്നുള്ളത് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വലിയ ഭയാനതകളെ സൂചിപ്പിക്കുന്നതാണ്. എന്തായാലും മനു, നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കേരളം ഗൗരവത്തോടെ കാണേണ്ട സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. തീർച്ചയായും ലെസ്ലി, ഒരുപക്ഷെ മാർച്ച് 5-ാം തീയതിയും മാർച്ച് 12-ാം തീയതിയും ശരാശരിയേക്കാൾ 8 ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ലെസ്ലി, ഇപ്പോൾ മാർച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയൊരു മഴക്കാലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പതിവ് കാലാവസ്ഥ അനുസരിച്ചാണെങ്കിൽ മെയ് പകുതി വരെ കാത്തിരിക്കേണ്ടി വരും. ആ സമയത്തിനുള്ളിൽ ഒരു വലിയ വരൾച്ചയുടെ ലക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ള സൂചനകളാണോ ഈ കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം പ്രളയത്തിന് ശേഷം കേരളത്തിലെ നദികളിൽ സാധാരണഗതിയിൽ നിന്നും വലിയ തോതിൽ വരൾച്ച അനുഭവപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ജലനിരപ്പ്, ഭൂമിയിലെ ജലനിരപ്പിന്റെ അഭാവം കുറയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം തന്നെ ഭൂഗർഭ ജലത്തിന്റെ അളവ് അത് ക്രമാതീതമായി കുറയുന്ന സാഹചര്യം നിൽക്കുന്നു. പ്രധാന പുഴകളിൽ വെള്ളം വറ്റുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഭാരതപ്പുഴ, പമ്പ തുടങ്ങിയ പ്രളയ കാലത്ത് നിറഞ്ഞൊഴുകിയ പല നദികളും വറ്റിവരേണ്ട സാഹചര്യമാണ് ഈ മാർച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ഉള്ളത്. ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മെയ് മാസത്തിൽ ഉണ്ടാകുന്ന ശ്രീ ഹരീഷ് വാസുദേവൻ നമ്മളൊപ്പം ടെലിഫോൺ അയച്ചിരുന്നുണ്ട്. ശ്രീ ഹരീഷ് വാസുദേവൻ, ഒരുപക്ഷെ നമ്മളൊരു വലിയ വരൾച്ചയുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. കാരണം പതിവിൽ നിന്നും 3-4 ഡിഗ്രി വരെ ചൂട് ഉയരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമടക്കം ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു വലിയ ഭയാനകമായ അവസ്ഥകളിലേക്കാണോ നമ്മുടെ സംസ്ഥാനവും രാജ്യവും ഒക്കെ എത്തിപ്പെടുന്നത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇത് ഒരു പുതിയ മുന്നറിയിപ്പല്ല. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും നടന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ മീറ്റിങ്ങുകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ഉൾപ്പെടെ ആഗോളതലത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് വരും വർഷങ്ങളിൽ ഇത് വളരെ ഗുരുതരമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ എക്സ്ട്രീം സ്റ്റേജാണ് നമ്മളിപ്പോ ഈ കൊടിയ മഴക്കാലത്ത് നമ്മൾ ഒരുമിച്ച് മഴ ഒറ്റയടിക്ക് വരുന്നതായിട്ട് കണ്ടത്. അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഇത്തവണ നമുക്ക് വേനൽക്കാലത്തും ഉണ്ടാവും. അതിന് നേരിടാനുള്ള ശ്രമങ്ങൾ, സത്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ എങ്ങനെ നേരിടാം ഫലപ്രദമായി എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഒരു വേനലിന് വേണ്ടി മാത്രം പ്ലാൻ ചെയ്താൽ പോരാ. വരും വർഷങ്ങളിൽ ഇത് വളരെ സിവിയർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓരോ പ്രദേശത്തും അവശേഷിക്കുന്ന ജലാശയങ്ങൾ സംരക്ഷിക്കുന്നത്, വെള്ളം തടഞ്ഞു നിർത്തുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ വാട്ടർ മാനേജ്മെന്റ് വളരെ പരാജയമാണെന്ന് പറയേണ്ടി വരും. കാരണം വലിയൊരു വരൾച്ച വരുമ്പോൾ പോലും കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ സംഭരിച്ചു വെച്ചിട്ടില്ല. നമ്മുടെ ജലനില വളരെ താഴെയാണ്. നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് വളരെ മോശപ്പെട്ട സ്ഥിതിയാണ്. എന്നാൽ നമ്മൾ വലിയ തോതിൽ ഭൂഗർഭജലം ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടോ ഒന്ന് വേണം. 2, ഈ ദുരന്ത നിവാരണ അതോറിറ്റി പോലും മുന്നറിയിപ്പ് നൽകുന്നത് ആളുകളുടെ ജീവനപായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ പകൽ സമയത്ത് തൊഴിലെടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മാർച്ച് 5-12 പോലുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇപ്പോ ദുബായിലൊക്കെ മാത്രം നമ്മൾ കണ്ടുപരിചയമുള്ള സർക്കുലറുകൾ തൊഴിൽ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇറക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പൊ ഉച്ചയ്ക്ക് 12 മണിക്കോ 3 മണിക്കോ ഇടയിൽ ആളുകൾ വെയിലിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നതുപോലെയുള്ള നിബന്ധനകൾ കർശനമാക്കേണ്ടി വരും. അത്തരത്തിൽ നമ്മൾ പുറത്തിറങ്ങി യാത്ര ചെയ്യുമ്പോഴും സൺബേൺ അടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് AC ഉപയോഗിക്കുന്ന ആളുകൾ AC-യിൽ നിന്ന് പെട്ടെന്ന് വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ ചൂട് സഹിക്കാൻ പറ്റാതെ കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. വലിയ തോതിൽ ജലം നമ്മൾ കുടിക്കണം. ഒരു ദിവസം മിനിമം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കണം. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാൻ ഇപ്പോൾ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു വരൾച്ച ഇപ്രാവശ്യം വരുന്നു, വേനൽ വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ വസ്ത്രധാരണ രീതി മുതൽ നമ്മുടെ ഭക്ഷണ രീതി മുതലുള്ള സംഗതികളിലെല്ലാം ശ്രദ്ധിക്കണം. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജലാശയങ്ങളിൽ, അവശേഷിക്കുന്ന ജലാശയങ്ങളിൽ വെള്ളം തടഞ്ഞു നിർത്തി അടുത്ത വർഷമെങ്കിലും നമ്മുടെ വാട്ടർ റീചാർജ് ശ്രദ്ധിച്ചാൽ കുറെയെങ്കിലും നമുക്ക് ഈ ചൂടിൽ നിന്ന്. അതായത് ശ്രീ ഹരീഷ് വാസുദേവൻ, ഒരുപക്ഷെ ഈ കാലാവസ്ഥയും പ്രകൃതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഭവങ്ങളിൽ അതിലേക്കൊരു ശാസ്ത്രീയമായ ആസൂത്രണത്തിന്റെ ആവശ്യകതയാണോ ഇപ്പോഴത്തെ ഈ മുന്നറിയിപ്പുകൾ വിരൽ ചൂണ്ടുന്നത്?
കേരളത്തിലെങ്കിലും അങ്ങനെയാണെന്ന് പറയേണ്ടി വരും. നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട് വിചാരിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ഇത്തരം ജലാശയങ്ങൾ ഉണ്ടാക്കാനോ മഴ കിട്ടാനോ ഒന്നും സാധ്യതയില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മുടെ മിസ്മാനേജ്മെന്റ് തന്നെയാണ്. നമ്മുടെ ദേശീയ തലത്തിൽ പോലും വാട്ടർ റീചാർജിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള SM വിജയാനന്ദനെ പോലുള്ള ആളുകൾ കേരളത്തെ നയിച്ച ഒരു കാലഘട്ടത്തിൽ പോലും നമുക്ക് നമ്മുടെ വാട്ടർ ഷെഡ് മാനേജ്മെന്റ് നമുക്ക് ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ കിട്ടുന്ന പോലെ മഴ വേറെ എവിടെയും കിട്ടുന്നില്ല. 3300 മില്ലിമീറ്റർ ശരാശരി മഴ കിട്ടുന്നുണ്ട്. നമ്മുടെ ജലാശയങ്ങളെല്ലാം ഒഴുക്കി ഈ വെള്ളം നമ്മൾ പെട്ടെന്ന് അറബിക്കടലിൽ എത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ മണ്ണിനെ, നമ്മുടെ പശ്ചിമഘട്ട മേഖല പ്രത്യേകിച്ചും ഈ വെള്ളം പിടിച്ചു നിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ, അത് ഡാമുകളല്ല, ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ വാട്ടർഷെഡ് മാനേജ്മെന്റ് ചെയ്യണം. കൃഷിയിടങ്ങൾ പരമാവധി പൊതയിട്ട് വെള്ളം സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകണം. പ്രാദേശിക തലത്തിൽ പ്രത്യേകിച്ച് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും നേതൃത്വത്തിൽ ഈ ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ ഈ വർഷത്തെ ദുരന്തത്തെക്കാൾ വലുതായിരിക്കും അടുത്ത വർഷം വരാനിരിക്കുന്ന വേനൽ. കാരണം ഇതൊരു ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തുടർച്ചയാണ്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ലെസ്ലി, അതായത് ഒരു വലിയ ഭീഷണിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ ഒരു വേനൽക്കാലത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളല്ല നമുക്ക് വേണ്ടത് എന്ന സൂചനകളാണ് പരിസ്ഥിതി വിദഗ്ധരടക്കം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ലോങ് ടൈം അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയമായ ജലസംരക്ഷണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യകത സർക്കാരുകൾക്കൊക്കെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഈ ഒരു മുന്നറിയിപ്പുകൾ. തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. കാരണം ഹ്രസ്വകാല നടപടികളിലൂടെ മാത്രം ഇതിന് പരിഹാരമാകില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ സർക്കാർ വിവിധ വിദഗ്ധരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അഭിപ്രായ സ്വരൂപീകരണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേരളത്തിലുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിന് അനുബന്ധമായ നടപടികളിലേക്ക് ഭാവി സുരക്ഷിതമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടുള്ള പദ്ധതികളാണ് കേരള സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. പരിസ്ഥിതി കാലാവസ്ഥാ വകുപ്പും പരിസ്ഥിതി വകുപ്പും ഇതിനുമായി അനുബന്ധ പഠനങ്ങൾ ഇതിനോടകം തന്നെ നടത്തി വരുന്നുണ്ട്. നമുക്കറിയാം, മൺട്രോത്തുരുത്ത് പോലുള്ള ചെറിയ ദ്വീപുകൾ, ആ ദ്വീപുകൾ ഇല്ലാതാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വലിയ അപകടകരമായ സാഹചര്യങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഭൂമിയിലുള്ള ജലവിധാനം താഴുന്നതിനനുസരിച്ച് സമുദ്രത്തിലെ ജലവിധാനം ഉയരുന്ന സാഹചര്യം കൂടി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, നമ്മൾ നേരിടാൻ പോകുന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക മേഖല തന്നെയാണ്. കാർഷിക മേഖലയിലേക്ക് സ്വയം പര്യാപ്തത വെച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാർ മുൻപോട്ട് വെച്ചുകൊണ്ട് പോവുകയാണ്. നിരവധി പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ ഘട്ടത്തിലാണ് കനത്ത ചൂട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി സംസ്ഥാനം നേരിടാൻ പോകുന്നത്. ഈ വരൾച്ചയെ എങ്ങനെ മറികടക്കാം എന്നുള്ള ഒരു ജല നയം തന്നെ രൂപീകരിച്ചുകൊണ്ട് ജലവിനിയോഗത്തിന്റെ ഒരു കാര്യങ്ങൾ എല്ലാം തന്നെ പഠിക്കുന്ന തരത്തിലേക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ട സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ നിലവിലത്തെ അവസ്ഥയിൽ മലബാർ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലപ്പുറം, വയനാട്, തൃശൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഇതനുസരിച്ച് 5-ാം തീയതി മലപ്പുറം ജില്ലയിൽ ചൂട് 8 ഡിഗ്രി വരെ ഉയരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ അപകടകരമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇതിനെ നമുക്ക് കാണേണ്ടത്. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇരകളായിട്ടുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം തന്നെ തകർന്നടിയുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെ ആസൂത്രണപരമായ പദ്ധതികളിലൂടെ മാത്രമേ നമുക്ക് മറികടക്കാൻ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ്, അത് തള്ളിക്കളയാനാകാത്ത മുന്നറിയിപ്പ്, അപകടകരമായ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നമുക്ക് നൽകുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തിന്റെ ആകെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകും എന്നുള്ളത് സുനിശ്ചിതമാണ്. എന്തായാലും പകൽ താപനില കൂടുകയും രാത്രി താപനില കഠിനമായി കുറയുകയും ചെയ്യുന്ന സാഹചര്യം മലയോര മേഖലയിൽ വരും ദിവസങ്ങളിലും അനുഭവപ്പെടാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന പ്രധാന വിഷയം. ഇതിനെല്ലാം തന്നെ കാരണമായി ഇവർ പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഉത്തരാർദ്ധ ഗോളത്തിൽ സൂര്യന്റെ നിലയിൽ നിന്നും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ കേരളം എന്ന സംസ്ഥാനത്തിന്റെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ സൂര്യന്റെ നിൽപ്പ് ഉത്തരാർദ്ധ ഗോളത്തിലാണ്. ഇതിൽ നിന്നും ശക്തമായ സൂര്യരശ്മികൾ താഴേക്ക് എത്തുന്നത് തടുത്തിരുന്നത് മഴമേഘങ്ങളാണ്. ഈ മഴമേഘങ്ങളുടെ അഭാവം അത് കേരളത്തെ വലിയ തോതിൽ ബാധിക്കുന്നു, ചൂട് കൂടാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. ഇതിനെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് എടുത്തിട്ടുണ്ട്. പൊതുജനങ്ങൾ രാവിലെ 11 മണി മുതൽ 3 മണി വരെ എങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന തൊഴിൽ വകുപ്പ് നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്ന തൊഴിൽ ഉടമകൾ അത് ഈ സമയ പുനഃക്രമീകരണം ഉണ്ടാക്കണം എന്നുള്ള കാര്യം പറയുന്നു. ആവശ്യത്തിന് ദാഹജലം ഉപയോഗിക്കണം. നേർത്ത കോട്ടൺ വസ്ത്രങ്ങൾ, പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൂര്യനെ പ്രതിരോധിക്കണം, ചൂട് പ്രതിരോധിക്കണം തുടങ്ങിയ വലിയ ഫലപ്രദമായ ആരോഗ്യ സംരക്ഷണ മുന്നറിയിപ്പുകൾ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ പുതിയ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. കൂട്ടിവായിക്കാൻ മനു. ശരി, ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് ഈ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കൊടും ചൂട് ഉണ്ടാകും. പ്രത്യേകിച്ചും മാർച്ച് 5, 12 ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചൂട് ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ചിത്രയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് കോൺഗ്രസിന്റെ പ്രതികാര രാഷ്ട്രീയമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൊലക്കത്തി താഴെ വയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും കോടിയേരി പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയിട്ടുള്ള സംഭവം അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ കൊലക്കത്തി താഴെ വെക്കാൻ തയ്യാറില്ല എന്നതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ഇത്രയൊക്കെ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നിട്ടും കൊലപാതക രാഷ്ട്രീയത്തിന് എത്രയോ ശക്തമായിട്ട് കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ അത് നിർത്താൻ സന്നദ്ധമാകാൻ എല്ലാ പാർട്ടികളും തയ്യാറാണ്. അതാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിർത്താൻ തയ്യാറാണ്. കോൺഗ്രസ് നിർത്താൻ തയ്യാറുണ്ടോ? ഇല്ലെന്നുള്ളതാണ് ഇന്നലത്തെ സംഭവം തെളിയിക്കുന്നത്. ചിതറയിൽ CPIM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ ഷാജഹാൻ കോൺഗ്രസ് പ്രവർത്തകനെന്ന് കൊല്ലപ്പെട്ട AM ബഷീറിന്റെ സഹോദരൻ സലാഹുദ്ദീന്റെ വെളിപ്പെടുത്തൽ. പ്രതി ഷാജഹാൻ 9 തവണ ബഷീറിനെ കുത്തിയെന്നും തന്റെ നെഞ്ചത്ത് കിടന്നാണ് ബഷീർ മരിച്ചതെന്നും സലാഹുദ്ദീൻ PPTVയോട് പറഞ്ഞു. അവൻ ഈ കഞ്ചാവും കുടിച്ച് ഇല്ലാതെ ആൾക്കാർ അങ്ങനെ വെട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവൻ നേരത്തെ അവൻ്റെ അനിയനെ കുത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായിട്ടാണ് അവൻ ഇവിടെ നേരത്തെ പറഞ്ഞതും അങ്ങനെ തന്നെ. കോൺഗ്രസ്സുകാരനെ എൻ്റെ കൊല്ലുമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ സ്റ്റേഷനിലേക്ക് മൊഴി കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടോ? സംഭവം നടക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങാൻ എണീച്ചപ്പോൾ ഇവിടെ ബഹളം കേട്ട് എണീച്ചപ്പോൾ അയാളെ 9 കുത്തി തള്ളിയിട്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആൾ എൻ്റെ തോളിൽ തന്നെ കിടന്ന് മരിക്കുക ചെയ്തത്. രാജ്കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാജ്കുമാർ, അതായത് ഇയാൾ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നാണോ ബഷീറിന്റെ സഹോദരൻ പറഞ്ഞു വെക്കുന്നത്? ആ ഒരു രാഷ്ട്രീയപരമായ കൊലപാതകം തന്നെയാണ് എന്നാണോ അദ്ദേഹം പറയുന്നത്? തങ്ങളിൽ പൂർവ്വ വൈരാഗ്യമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രായത്തിന്റെ സമപ്രായക്കാരോ അല്ലാത്ത ഒരു സാഹചര്യം കൂടി ഇവിടെയുണ്ട്. ഈ മരച്ചീനി വ്യാപാരം കഴിഞ്ഞ് കടക്കലിലെ മരച്ചീനി വ്യാപാരം കഴിഞ്ഞ് മടങ്ങി വീട്ടിലേക്ക് വരികയായിരുന്ന ഈ കൊല്ലപ്പെട്ടിട്ടുള്ള അദ്ദേഹം CPM പാർട്ടി മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തെ ഈ വഴിയിൽ വെച്ച് ഇയാൾ പരസ്പരം രാഷ്ട്രീയം പറയുകയും ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഇരട്ടപ്പേര് പരസ്പരം വിളിക്കുകയും ചെയ്തു. തുടർന്നുള്ള പ്രകോപനമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സലാഹുദ്ദീൻ തന്നെ ഈ കൊല്ലപ്പെട്ട CPM പാർട്ടി പ്രവർത്തകന്റെ സഹോദരനായിട്ടുള്ള സലാഹുദ്ദീന്റെ മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ആ മൊഴിയാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. മാത്രമല്ല CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ, അദ്ദേഹവുമായി വർഷങ്ങളായി ഈ കൊല്ലപ്പെട്ടിട്ടുള്ള CPM മെമ്പർ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളുകൂടിയാണ്. എല്ലാവർക്കും ഒരു പൊതുസമ്മതനായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്, അവിവാഹിതനാണ്, 70 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിന് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പേരുള്ള അഭിപ്രായ വ്യത്യാസവും തുടർന്നുള്ള പ്രകോപനവുമാണ് ഇതിൽ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് സലാഹുദ്ദീൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി സുദേവൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലം സന്ദർശിച്ചു, അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ മൃതശരീരം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വൈകിട്ടോടുകൂടി കബറടക്കമുണ്ടാകും. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.